സഹോദരീ സഹോദരന്മാരെ, ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയ കല്ലറയ്ക്കലെ വന്നു. ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ. അവളുടെ ചുറ്റും മാത്രമല്ല, അവളുടെ ഉള്ളിലും. അവളെ സുഖപ്പെടുത്തിയവൻ അവളുടെ പേര് വിളിച്ചു. അവൾക്ക് ജീവൻ തിരികെ നൽകി. ഇപ്പോൾ ഒരു കല്ലിനു പിന്നിൽ മുദ്രയിട്ടിരിക്കുന്നതായി തോന്നുന്നു. അവൾ ഒരു ശരീരം തേടി വരുന്നു. അവൾ തുറന്ന ഒരു ശവകുടീരം കണ്ടെത്തുന്നു. അവൾ ഓടുന്നു, സന്തോഷത്തോടെയല്ല, പരിഭ്രാന്തിയോടെ. അവൾ കരയുന്നു, വിശ്വാസത്തോടെയല്ല, ആശയക്കുഴപ്പത്തോടെ. എന്നിട്ടും ആ ഭയപ്പെടുത്തുന്ന ഓട്ടം ഈസ്റ്റർ വിശ്വാസത്തിലേക്കുള്ള ആദ്യപടിയായി മാറുന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പുനരുത്ഥാനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. അല്ലേലൂയോടല്ല, പരിഭ്രാന്തിയോടെ. വ്യക്തതയോടല്ല, ചോദ്യങ്ങളോടെ. ഈ ക്രിസ്മസ് സീസണിൽ നമ്മളിൽ പലരും തൊട്ടിലിലേക്ക് വന്നു. ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ. ഒരു ബന്ധം വിണ്ടുകീറുന്നു. ശക്തി ക്ഷയിപ്പിക്കുന്ന ഒരു രോഗനിർണയം. മേശപ്പുറത്ത് ഒരു ഒഴിഞ്ഞ കസേര. എന്നിട്ടും നിങ്ങൾ വന്നു. തൊട്ടിലിലേക്ക്, യൂക്കറിസ്റ്റിലേക്ക്, വചനത്തിലേക്ക്. ഇപ്പോൾ സഭ സൗമ്യമായി ചോദിക്കുന്നു, ഈ ദിവസങ്ങളിൽ നിങ്ങൾ കർത്താവിനെ എന്താണ് കണ്ടതും കേട്ടതും? സാധാരണ ആഘോഷങ്ങളിലോ അല്ലെങ്കിൽ വളരെ യഥാർത്ഥ പോരാട്ടങ്ങളിലോ? കല്ല് ഉരുട്ടിമാറ്റുന്നത് മറിയ കാണുന്നു. അവളുടെ ആദ്യ പ്രതികരണം വിശ്വാസമല്ല, ഭയമാണ്. അവർ കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി. അവർ അവനെ എവിടെ വെച്ചിരിക്കുന്നുവെന്ന് നമുക്ക് അറിയില്ല. എന്നാൽ അവൾ തന്റെ ഭയത്താൽ ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല. അവൾ പത്രോസിന്റെയും യേശു സ്നേഹിച്ച ശിഷ്യന്റെയും അടുത്തേക്ക് ഓടുന്നു. നിങ്ങളുടെ ഹൃദയം ഇരുട്ടിലായിരിക്കുമ്പോൾ അത് ഒറ്റയ്ക്ക് കൊണ്ടുപോകരുത്. നിങ്ങൾ കണ്ടത് അത് ആശയക്കുഴപ്പമോ സംശയമോ ആണെങ്കിൽ പോലും വിശ്വാസ സമൂഹത്തിലേക്ക് കൊണ്ടുവരിക. ക്രിസ്തുവിന്റെ ശരീരം നിങ്ങളോടൊപ്പം ശൂന്യമായ കല്ലറയിലേക്ക് നടക്കട്ടെ. പത്രോസും യോഹന്നാനും ഓടട്ടെ. പ്രിയ ശിഷ്യൻ ആദ്യം എത്തുന്നു. കുനിഞ്ഞു. ശവവസ്ത്രങ്ങൾ കാണുന്നു. കാത്തിരിക്കുന്നു. പത്രോസ് അകത്തേക്ക് പോകുന്നു. പിന്നെ യോഹന്നാൻ പിന്തുടരുന്നു. സുവിശേഷം സൗമ്യമായി പറയുന്നു. ശരീരമല്ല. ശരീരം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കഥ ദുരന്തത്തിൽ അവസാനിക്കുന്നു. മരണത്താൽ തകർന്ന ഒരു വലിയ രോഗശാന്തിക്കാരൻ. പകരം യോഹന്നാൻ അർത്ഥപൂർണമായ ശൂന്യത കാണുന്നു. കല്ല് ഉരുട്ടിമാറ്റി. അവിടെ കിടക്കുന്ന തുണികൾ. മുഖമുറ മടക്കി വെച്ചിരിക്കുന്നു. ശരീരം എഴുന്നേറ്റ് സ്വതന്ത്രനായി നടന്നതുപോലെ. പരിശുദ്ധാത്മാവ് വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറക്കുന്നു. യോഹന്നാൻ മനസ്സിലാക്കുന്നു, ഒരു കല്ലറയ്ക്കും ജീവന്റെ കർത്താവിനെ താങ്ങാൻ കഴിയില്ല. പിന്നീട് അവൻ ഇങ്ങനെ എഴുതും: ഞങ്ങൾ കേട്ടതും ഞങ്ങളുടെ കണ്ണുകളാൽ കണ്ടതും ഞങ്ങൾ നോക്കിയതും കൈകളാൽ തൊട്ടതും ഞങ്ങൾ കണ്ടതും കേട്ടതും ഞങ്ങൾ നിങ്ങളോട് പ്രഖ്യാപിക്കുന്നു. ഒരു ആശയമല്ല, ഒരു സിദ്ധാന്തമല്ല. അദ്ദേഹം കണ്ടുമുട്ടിയ ഒരു വ്യക്തി ഇപ്പോഴും കണ്ടുമുട്ടുന്നു. കർത്താവിന്റെ മുമ്പാകെ പർവ്വതങ്ങൾ മെഴുക് പോലെ ഉരുകുന്നു. ഈ ക്രിസ്മസിന് നിങ്ങളുടെ പർവ്വതങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. സാമ്പത്തിക സമ്മർദ്ദം, കുടുംബ പിരിമുറുക്കം, നീണ്ടുനിൽക്കുന്ന ദുഃഖം, ഭാവിയെക്കുറിച്ചുള്ള ഭയം. ഒരുപക്ഷേ പർവ്വതം അപ്രത്യക്ഷമായില്ലായിരിക്കാം, പക്ഷേ അത് മേപ്പെട്ടു. ഒരു സ്ത്രീ ഒരിക്കൽ പറഞ്ഞു, തന്റെ വർഷം തകർന്നുകൊണ്ടിരുന്നു. അസുഖം, കടം, വീട്ടിലെ ബുദ്ധിമുട്ട്. അവൾ അർദ്ധരാത്രി കുർബാനയ്ക്ക് വന്നത് ഏതാണ്ട് ശൂന്യമായിരുന്നു. നാടകീയമായി ഒന്നും സംഭവിച്ചില്ല. എന്നാൽ കുർബാനയ്ക്ക് ശേഷം അവളുടെ ആത്മാവിൽ ഒരു ശാന്തമായ ഉറപ്പ് കുടിയേറി. അവൻ ഇവിടെയുണ്ട്. അവൻ എന്നെ വിട്ടുപോയിട്ടില്ല. അവളുടെ പ്രശ്നങ്ങൾ അവശേഷിച്ചു. അവളുടെ ഏകാന്തത അവസാനിച്ചു. ഉയിർത്തെഴുന്നേറ്റ കർത്താവ് പലപ്പോഴും വരുന്നത് അങ്ങനെയാണ്. എല്ലാ ഭാരങ്ങളും നീക്കം ചെയ്യുന്നില്ല, പക്ഷേ നമ്മൾ ഒറ്റയ്ക്കല്ലെന്ന് സൗമ്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ആ ശാന്തമായ ഉറപ്പ് ഇതിനകം പുനരുത്ഥാന വെളിച്ചമാണ്. ഇത് ഒരു ലളിതമായ ക്രിസ്മസ് പരിശീലനമാകട്ടെ. ഓരോ വൈകുന്നേരവും ദൈവത്തിന്റെ മുമ്പാകെ ഒരു പ്രയാസകരമായ നിമിഷവും കൃപയുടെ ഒരു നിമിഷവും സത്യസന്ധമായി സംസാരിക്കുക.
പിന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വാക്ക് കേൾക്കുക, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. ഒരു ദമ്പതികൾ ഒരിക്കൽ അവരുടെ തികഞ്ഞ ക്രിസ്മസ് ആസൂത്രണം ചെയ്തു. 2 ദിവസം മുമ്പ് ജോലി നഷ്ടപ്പെട്ടു. ഭയം വന്നു. അവർ വലിയ ആഘോഷം റദ്ദാക്കി. അവരുടെ ഇടവക വികാരിയെയും അടുത്ത് താമസിക്കുന്ന ഒരു അമ്മയെയും മാത്രം ക്ഷണിച്ചു. ഭക്ഷണം ലളിതമായിരുന്നു. മേശ ചെറുതായിരുന്നു. പിന്നെ ഒരാൾ പറഞ്ഞു, ഇത് ഞങ്ങളുടെ ഏറ്റവും മോശം ക്രിസ്മസ് ആയിരിക്കുമെന്ന് ഞാൻ കരുതി. മറ്റൊരാൾ മറുപടി പറഞ്ഞു, ഇത് ആദ്യത്തെ ക്രിസ്മസ് ആണെന്ന് ഞാൻ കരുതുന്നു. ഞങ്ങൾ യേശുവിനെ ശരിക്കും കണ്ടുമുട്ടി. അവർ ഭയപ്പെട്ട ശൂന്യത ക്രിസ്തു അവരോടൊപ്പം അപ്പം നുറുക്കിയ ഇടമായി മാറി. ലോകത്തിന് ക്രിസ്മസ് അവസാനിച്ചു. സഭയെ സംബന്ധിച്ചിടത്തോളം അത് ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങൾ നമ്മെ നിറയാൻ ക്ഷണിക്കുന്നു. യോഹന്നാനെ പോലെ നാം കേൾക്കുന്ന വചനത്താൽ, നമ്മൾ സ്വീകരിക്കുന്ന ശരീരത്തിൽ, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുന്ന ആത്മാവ്, നമ്മെ നിറയ്ക്കാൻ നാം അവനെ അനുവദിച്ചാൽ നമ്മെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയില്ല. ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് വായ് സംസാരിക്കുന്നു, വാദങ്ങളല്ല സാക്ഷ്യം. ഇവിടെയാണ് ഞാൻ അവനെ കണ്ടത്. ഇതാണ് ഞാൻ കേട്ടത്. ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ അവൻ എന്നെ കണ്ടുമുട്ടിയത് ഇങ്ങനെയാണ്. അപ്പോൾ സഹോദരീ സഹോദരന്മാരെ, ഈ ക്രിസ്മസിന് ഞാൻ കർത്താവിനെ എന്താണ് കണ്ടതും കേട്ടതും? ആരോട് ഞാൻ പറയും? കൃപയുടെ ഒരു ഓർമ്മ എടുക്കുക, അത് സൂക്ഷിക്കുക, അത് പങ്കിടുക. അത് നിങ്ങളുടെ ചെറിയ സുവിശേഷമായി മാറട്ടെ. ഞാൻ കർത്താവിനെ കണ്ടു. പിന്നെ ഇരുട്ടിലുള്ള ഒരാളുടെ അടുത്തേക്ക് പോയി ലളിതമായി പറയുക, നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതൽ വെളിച്ചമുണ്ട്. അവൻ ഉയിർത്തെഴുന്നേറ്റു. അവൻ നമ്മോടൊപ്പമുണ്ട്. ഇവിടെ പോലും. ആമേൻ. If this reflection helped you, share it and stay with us for the next echo of His Word.